തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങി. ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ലിഫ്റ്റിന് തകരാറുണ്ടെന്ന് മുന്നറിയിപ്പ് എഴുതി വെച്ചിരുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, എന്താണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഇത്ര ഗുരുതരമായ ഒരു അനാസ്ഥ ഉണ്ടായതിനെപ്പറ്റി പറയുന്നത്? എന്തെങ്കിലും പ്രതികരിച്ചോ അവർ? വേണു, ഇക്കാര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്താം. കാരണം ഇതേ സംബന്ധിച്ചുള്ള പരാതികൾ കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ മാത്രമാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാം എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ഏതായാലും ശനിയാഴ്ചയാണ് തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അദ്ദേഹം ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയ്ക്കായിട്ടാണ് എത്തിയത്. അദ്ദേഹം നേരെ ലിഫ്റ്റിൽ കയറുന്നു. ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നതിനിടെ തകരാറിലാവുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ലിഫ്റ്റിൽ ബഹളം വയ്ക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആരും എത്തിയില്ല. ഇതിനിടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഫോണിൽ കിട്ടുന്നില്ല. പിന്നീട് ഇതിനുശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് കാട്ടി മകൻ ഹരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയായിരുന്നു. ഇന്ന് രാവിലെ ബന്ധുക്കളും ഒക്കെ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. ഇതിനിടയിലാണ് രാവിലെ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് തുറന്നപ്പോൾ ഇദ്ദേഹത്തെ അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി അദ്ദേഹത്തിന് ചികിത്സ നൽകി. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ആരോഗ്യ പ്രശ്നമില്ല, അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചത്. ഏതായാലും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായൊരു വീഴ്ച തന്നെയാണിത്. കാരണം ഈ ലിഫ്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിൽ അത് പുറത്ത് എഴുതി വെക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കാരണം ഓർത്തോ വിഭാഗത്തിലേക്കുള്ള രോഗികൾ പലരും ഈ സ്റ്റെപ്പൊക്കെ കയറാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പലരും ലിഫ്റ്റിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ ലിഫ്റ്റിൽ തകരാറുണ്ട് എന്ന് എഴുതി വെച്ചില്ല. ഇതാണ് രവീന്ദ്രൻ നായർ ലിഫ്റ്റിനകത്തേക്ക് കയറുന്നതിനും ലിഫ്റ്റിൽ അകപ്പെടുന്നതിനും കാരണമായി തീർന്നത്. ഇത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായ വീഴ്ചയാണെന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നു. ഈ ആരോപണത്തിലാണ് അന്വേഷിക്കാം എന്നുള്ളത് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. വേണു, ഗിരീഷ്, ഈ 1.5 ദിവസത്തോളം ഈ ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നത് എങ്ങനെയാണ് അവിടെയുള്ളവരാരും അറിയാതെ പോയത്? വേണു, അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യവും. കാരണം ശനിയാഴ്ച ലിഫ്റ്റിൽ കുടുങ്ങുന്നു, ഇന്നലെ ഞായറാഴ്ച, എന്നിട്ടും ഇവരാരും തന്നെ ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ജീവനക്കാർ പറയുന്നത്. പക്ഷേ കുടുംബം അദ്ദേഹവുമായി സംസാരിച്ചു, രവീന്ദ്രനാഥുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ലിഫ്റ്റിൽ കുടുങ്ങിയ സമയത്ത് ഒച്ച വെക്കുകയും ലിഫ്റ്റിൽ ഇടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കേട്ടാണ് ആൾക്കാർ ഓടിയെത്താറുള്ളത്. പക്ഷേ ഇവിടെ ഓടിയെത്താൻ ആരും ഉണ്ടായിരുന്നില്ല, ജീവനക്കാർ ആരും തന്നെ എത്തിയില്ല. തുടർന്ന് അവശനായ അദ്ദേഹം ലിഫ്റ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഏതായാലും 2 ദിവസം ഇദ്ദേഹം ഈ ലിഫ്റ്റിൽ കഴിച്ചുകൂട്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനുശേഷം ഇന്ന് ലിഫ്റ്റ് തുറന്നപ്പോഴാണ് അവശനിലയിൽ ഇരിക്കുന്ന രവീന്ദ്രൻ നായരെ കാണുന്നതും ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നതും. മെഡിക്കൽ കോളേജ് ജീവനക്കാർ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്, ലിഫ്റ്റ് നന്നാക്കാനുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ആരും തന്നെ പോയിരുന്നില്ല, ലിഫ്റ്റ് ഓപ്പറേറ്ററും ഈ ഭാഗത്തേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും വളരെ വിചിത്രമായൊരു സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നു. ഇത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അതിഗുരുതരമായ വീഴ്ചയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഒരു ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് തകരാറിലാണ് എന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ വെച്ചിട്ടില്ല. മാത്രമല്ല, അങ്ങനെ തന്നെ ആരെങ്കിലും അതിനകത്ത് അകപ്പെട്ടാൽ, ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും മെഡിക്കൽ കോളേജിൽ ആരുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. വേണു, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.